ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ DID, അപര വ്യക്തിത്വം, ദ്വന്ദ്വ വ്യക്തിത്വം എന്നുവെച്ചാൽ ഒരാൾക്കുള്ളിൽ തന്നെ മറ്റൊരു ക്യാരക്ടർ. നിങ്ങളെല്ലാവരും അന്യൻ സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലേ? അന്യനിൽ എത്ര ക്യാരക്ടറാണ്? 3 ക്യാരക്ടർ അല്ലേ? ഏതൊക്കെയാണ്? അന്യൻ, റെമോ, അമ്പി. പ്രശസ്ത നടനായ ജെയിംസ് മെക്കോവി അദ്ദേഹം അഭിനയിച്ച സ്പ്ലിറ്റ് എന്ന ചിത്രത്തിൽ 24 പേഴ്സണാലിറ്റീസോളമാണ് അദ്ദേഹം പെർഫോം ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഡേ ടു ഡേ ലൈഫിൽ ഉദാഹരണത്തിന് നമുക്ക് ശ്യാമിനെ തന്നെ എടുക്കാം. ശ്യാമിനുള്ളിൽ മറ്റൊരു കഥാപാത്രം ഉണ്ടെങ്കിലോ, നല്ലതോ ചീത്തയായ ഏതെങ്കിലും ഒരു കഥാപാത്രം ശ്യാമിനുള്ളിൽ മാത്രമല്ല എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവാം. അത് നിങ്ങളിൽ 2 തരത്തിൽ പ്രവർത്തിച്ചേക്കാം. ഒന്ന് ശരിയായ രീതിയിലും 2 തെറ്റായ രീതിയിലും. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ. കള്ളിപ്പെണ്ണേ വാ വാ തുമ്പിച്ചോട്ടിൽ അയ്യോ തുമ്പച്ചോട്ടിൽ വാ വാ മഞ്ജു സോറി പിടിക്കാടാ സോറി മഞ്ജു മഞ്ജു എന്താണിത്? എന്താടാ എത്ര ദിവസം കളിക്കാനാ? അല്ലടാ തിരുവാതിര കളിക്കുക. ഓ തമാശ പറഞ്ഞാവൂലേ? എന്നെ പോയാലാണ് എന്റെ കൂടെ എന്താണ് എന്ത് പരിപാടി? നീ എവിടെയായിരുന്നു? അതെ അതെ ഇങ്ങനെ കളിച്ചാൽ മതിയാ. നീ എന്താ കാണിച്ചേ? സോറി ഞാൻ വേണ്ട, ഞാൻ വാഷ്റൂം പോയിട്ട് ഞാൻ വരണോ? വേണ്ട. എന്താടാ ശ്രദ്ധിക്കണ്ടേ? കണ്ടില്ലായിരുന്നോ പോയത്? നീതു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ പറ. നീ ക്ലാസ് കഴിഞ്ഞൊന്ന് വെയിറ്റ് ചെയ്യൂ. എന്തിന്? ഒരു കാര്യം പറയാനായിട്ടായിരുന്നു. അതിന്റെ ആവശ്യമില്ലല്ലോ. നീ ഇപ്പൊ പറയാൻ പറ്റുവാണെ പറ, അല്ലെ മാറിക്ക്. നീ ഞാൻ പറഞ്ഞോട്ട് വരും. എടാ നീ ഇത് എന്ത് വേണേ കാണിച്ചേ? പ്ലീസ് ഡിലീറ്റ് ചെയ്യടാ. ഡിലേറ്റ് ഒക്കെ ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ നീ കേൾക്കണം, അല്ലെങ്കിൽ ഇതെല്ലാരും കാണും. നിന്റെ അച്ഛനും അമ്മയും എല്ലാരും. എടാ പ്ലീസ് ഡാ വീഡിയോ ഡിലീറ്റ് ചെയ്യടാ. അതിനുള്ള വകുപ്പ് ഉണ്ടാക്കണ്ട. അറിയാലോ, ഞാൻ പറഞ്ഞു മാത്രം കേട്ടാ മതി. അപ്പൊ എന്തേലൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എല്ലാരും ചോദിക്കുക. നോട്ടൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതിയെടുത്തോ. എന്താണ് ഇവിടെ ഒന്നല്ലേ? എന്താടി? ഒന്നുമില്ലടാ, വയറുവേദന പോലെ. എന്താ മോഹൻ, നിന്റെ ടെക്സ്റ്റ് ബുക്ക് അവളുടെ അണ്ണാക്കിലാണോ? അവളുടെ വായത്തിന് നോക്കിയിരിക്കണേ. ഇനി എന്തേലൊക്കെ മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളോ വിക്കിപീഡിയ എവിടെയെങ്കിലൊക്കെ നോക്കുക. മനുഷ്യനോട് ചുറക്കങ്ങൾ എഴുതുക രാത്രി. നീ വരുന്നില്ലേ? ഇല്ലടാ നീ നടന്നോ, ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് വരാം. എന്നാൽ ഞാൻ അസൈൻമെൻറ്റ് സൈൻ വാങ്ങിയിട്ട് വരാം.
എന്താ എന്താ നീതു എന്താ നീ സുഖമായി ഉറങ്ങിക്കോ. എൻ്റെ ഉറക്കമൊക്കെ നീ നഷ്ടപ്പെടുത്തി. എനിക്ക് ഇഷ്ടമല്ലാത്തതൊക്കെ നീ എന്നെ കൊണ്ട് ചെയ്യിച്ചു. എന്തിന്? എല്ലാവരും മുന്നിൽ എന്നെ ഒരു വൃത്തികെട്ടവനാക്കി. എന്ത് കിട്ടി എനിക്ക്? ഞാനോ? ഞാനെന്താണാ ചെയ്തേ? എനിക്കിഷ്ടമുള്ളതല്ലേ ഞാൻ ചെയ്യാ. നിന്നെ പോലെ ഒന്നും അനുഭവിക്കാതെ മരിക്കാൻ എനിക്ക് സൗകര്യമില്ലടാ. ഇതെന്റെ ശരിയാണ്, ഇത് ഞാനാണ്. നീ ഒരു പുഴു, നല്ലതെന്ന് വിചാരിച്ച് മണ്ടനെ പോലെ ജീവിക്കുന്നവൻ. ഇതെന്റെ ശരീരമാണ്, ഇത് ഞാനാണ്. എനിക്ക് ഇനി മതിയായില്ലേ? ഇതിന്റെ വാക്കൊക്കെ തുടങ്ങിയിട്ട് നശിച്ചില്ലേ നീ? മതി. എന്റെ വാക്കോ പറയടാ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും. ചോദിക്കാൻ നീ കാരണം എനിക്ക് എന്നെ നല്ല പേര് നഷ്ടപ്പെട്ടു. എല്ലാരും നീ ഒരു കുറ്റക്കാരനായി. എനിക്ക് തല പൊക്കി ഇറക്കാൻ പോലും പറ്റില്ല. എനിക്കെന്നെ വേണം. നീ നീ വേണ്ട, എനിക്കെന്നെ തിരിച്ചു വേണം. ഞാൻ തോൽക്കാനോ? നിന്റെ മുന്നിൽ തോൽക്കാനോ? ഇല്ലടാ. എത്ര കടക്കി പിടിച്ചാലും നല്ലത് ചമഞ്ഞാലും എന്നെ 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 തോൽപ്പിക്കാൻ പറ്റില്ലടാ. ഇല്ലടാ, തോൽക്കില്ലടാ. നീ കരഞ്ഞോ? പക്ഷെ അത് ഇവിടെ അങ്ങോട്ട് തിരിഞ്ഞു. കരണ്ട് നീ മാത്രല്ലെന്ന് ഓർക്ക്.
ഇതൊന്ന് കുളിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. എന്തായാലും അവൻ ജയിച്ചു എന്ന് വിചാരിച്ച് നടക്കാൻ പാടില്ല. അതിന് നിന്നെ കൊണ്ടേ പറ്റൂ.